എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നലത്തെ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ്. അതായത് സ്പോണ്ടേനിയസ് യോഗിക് മൂവ്മെൻറ്റ്സ്. അതിലാണല്ലോ സ്വാമി മുക്താനന്ദയ്ക്ക് ദേഹത്തിൽ ഉണ്ടായ പല മുദ്രകളെക്കുറിച്ചും ബന്ധാസിനെക്കുറിച്ചും പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് വേറെ കുറച്ച് വളരെ സ്വാരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുവാന്ന് ഇന്ന് നോക്കാം. അതായത് ഇദ്ദേഹം ഇവിടെ ആ കുടിലിൽ ഇരുന്ന് 3 നേരം നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്തു. അതിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. പുള്ളി വളരെ ഹാപ്പിയാണ്. ഈ ചുമന്ന ലൈറ്റിന് പുറമെ ഒരു വെള്ള ഓവൽ ഷേപ്പിലുള്ള ലൈറ്റും കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു എപ്പോഴും പതിവില്ലാത്ത ഒരു ഉറക്കം ധ്യാനം ചെയ്യുമ്പോൾ അനുഭവപ്പെട്ടു. പക്ഷേ ഇനി എന്താണെങ്കിലും ശരി, അദ്ദേഹത്തിന് മനസ്സിൽ ചഞ്ചലങ്ങളില്ല. എന്താണെന്ന് വെച്ചാൽ ബുക്കിൽ നിന്ന് കുറേ പഠിച്ച് മനസ്സിലാക്കി ഇതെല്ലാം സ്വാഭാവികമാണ് എന്നുള്ളത് നല്ലപോലെ അദ്ദേഹത്തിന് ബോധ്യമായി. അതുകൊണ്ട് ഇനി എന്ത് വന്നാലും ശരി, ഞാൻ എൻ്റെ ധ്യാനത്തിനെ തുടർന്ന് നടത്തും എന്നുള്ള ഒരു ഉറപ്പിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പം അവിടുന്ന് അദ്ദേഹം വേറൊരു സ്ഥലത്ത് പോയി, നാസിറാബാദ് വില്ലേജ്. അതായത് ഈ ഓരോ വില്ലേജ്, സൂക്കി, ഇയോല, നാസിറാബാദ്, വേറെയും 1-2 സ്ഥലങ്ങൾ പറഞ്ഞല്ലോ. ഇതൊക്കെ അവിടുത്തെ ഉള്ള ഗ്രാമങ്ങളാണ്. അതായത് ഈ ആശ്രമങ്ങളൊന്നും ഹാർട്ട് ഓഫ് ദ സിറ്റിയിലൊന്നും കാണത്തില്ല. അത് മുംബൈ പോലെയുള്ള ഒരു സ്ഥലത്ത് ഹാർട്ട് ഓഫ് ദ സിറ്റിയിലൊന്നും ഒരു ആശ്രമവും വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഇതൊക്കെ ഔട്ടറിലാണ് ഉള്ളത്. അപ്പം ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, നടന്നു പോകുന്ന വഴികൾ, പിന്നെ ഇടയിൽ കാട്, ഇടയിൽ മല, അങ്ങനത്തെ പ്രദേശങ്ങളിലേ ഈ ആശ്രമങ്ങൾ വെക്കത്തുള്ളൂ, നടത്തത്തുള്ളൂ. അതാണ് ആ ആശ്രമത്തിൻ്റെ ഒരു സ്ട്രെങ്ത്ത്. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷം വേണം. അപ്പോൾ ഇദ്ദേഹം നാസിറാബാദ് എന്നുള്ള ഒരു ഗ്രാമത്തിലോട്ട് പോയി. അവിടെ വലിയൊരു സിദ്ധനുണ്ട്. ആ സിദ്ധൻ്റെ പേരാണ് സിബ്രു അണ്ണ. അണ്ണ എന്ന് പറയുന്നത് ഒരു മര്യാദയോടെ കൂടി വിളിക്കുന്നത്. ഇപ്പം നമ്മൾ ചിലപ്പം ചിലരെ കാണുമ്പം അമ്മ എന്ന് വിളിക്കും. അപ്പം അവർ നമ്മളുടെ പെറ്റമ്മയായ കൊണ്ടല്ല, ആരെയും ഒരു പ്രായം കഴിഞ്ഞാൽ അമ്മ എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പം അവരവരുടെ പ്രായവും അവരവരുടെ മറ്റ് പല രീതികളും വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ മാഡം എന്ന് വിളിക്കും. ഇപ്പോൾ എന്നെ എത്ര പേര് കമൻസിൽ ടീച്ചർ എന്ന് വിളിക്കുന്നു, അമ്മ എന്ന് വിളിക്കുന്നു. അതൊക്കെ എന്നെ അമ്മ എന്ന് വിളിച്ചാലും ടീച്ചർ എന്ന് വിളിച്ചാലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അതാണ്. എനിക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരെയും എൻ്റെ മക്കളായിട്ട് കാണാനുള്ള മനസ്സിൻ്റെ മുതിർച്ച വന്നു. അപ്പോൾ എല്ലാവരെയും എൻ്റെ മക്കളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്നെ അമ്മ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ ഈ അണ്ണ എന്ന് ഇവിടെ വിളിക്കുന്നത് തമിഴ്നാട്ടിലും അങ്ങനെ. അണ്ണ എന്ന് വിളിക്കുന്നത് ഒരു മര്യാദ കാണിക്കുന്ന രീതിയാണ്. അപ്പം അങ്ങനെ സിബ്രു അണ്ണ, അദ്ദേഹത്തിൻ്റെ പേരോ അല്ലെങ്കിൽ സ്ഥലപ്പേരോ എന്തെങ്കിലും ആയിരിക്കും സിബ്രു. അപ്പോൾ സിബ്രു അണ്ണ എന്നാണ് ഇദ്ദേഹത്തിനെ വിളിക്കുന്നത്. ഇദ്ദേഹം മുക്കാലവും ഉണർന്ന ജ്ഞാനിയാണ്. അതായത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, കഴിഞ്ഞത്, നടക്കുന്നത്, നടക്കാൻ പോകുന്നത്, ഇത് 3 അദ്ദേഹത്തിന് എളുപ്പത്തിൽ കാണാൻ പറ്റും. അത്രയ്ക്ക് വലിയ ഒരു ഗ്രേറ്റ് മഹാനായിരുന്നു, സിദ്ധനായിരുന്നു, ഗ്രേറ്റ് സിദ്ധായിരുന്നു. അദ്ദേഹം തുണിയൊന്നും ഇടാതെ ഈ ഗ്രാമത്തിൻ്റെ തെരുവുകളിലൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ആൾക്കാർക്ക് അദ്ദേഹത്തിന് ഭയങ്കര കാര്യമാണ്, സ്നേഹമാണ്, മര്യാദയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആൾക്കാർക്ക് എല്ലാം അറിയാം. സാധാരണ പ്രജകൾക്കും ഇങ്ങനത്തെ സന്യാസികൾ തുണി ഉടുത്ത് നടന്നാലും ശരി, ഉടുക്കാതെ നടന്നാലും ശരി, അവരെ തെറ്റിദ്ധരിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സന്യാസി അങ്ങേയറ്റത്തെ നിലയിൽ ഇരിക്കുമ്പം, അങ്ങേയറ്റത്തെ ഉയർന്ന തളത്തിൽ ഇരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ദേഹത്തിനെക്കുറിച്ച് ഒരു ചിന്തയില്ല അവർക്ക്. അവരെപ്പോഴും ഈ പരമാനന്ദത്തിൽ
മുങ്ങിക്കുളിച്ച് നടക്കുമായിരിക്കും. നടന്നാലും ശരി, കിടന്നാലും ശരി, സംസാരിച്ചാലും ശരി, അവർക്ക് എപ്പോഴും ഈ ദൈവത്തിനോടുള്ള ഒരു കോണ്ടാക്ട്സിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാം ഒരു സന്തോഷമാണ്. ഇപ്പം നമ്മളുടെ കൂട്ട് സുഖവും ദുഃഖവും സന്തോഷവും ദേഷ്യവും മാറി മാറി വരുന്ന ആ തളത്തിലല്ല അവർ നമ്മളെക്കാട്ടിലും എത്രയോ ഉയർന്ന തളത്തിലാണ്. അപ്പോൾ അവരുടെ ഈ ഐ കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഐ ആൻഡ് മൈൻ, ഞാൻ എൻ്റെ എന്നുള്ള വിചാരങ്ങളൊക്കെ മാറി പ്രപഞ്ചത്തിൻ്റെ കോൺഷ്യസ്നെസ്സോടെ അങ്ങ് മേജാകും എന്ന് വെച്ചാൽ അങ്ങ് അലിഞ്ഞു ചേരും. അപ്പം അവർക്ക് കാണുന്നതെല്ലാം ഒന്നാണ്. അപ്പോൾ അവർക്ക് ആണ് പെണ്ണ്, നല്ലവൻ ചീത്തയ, പഠിച്ചവൻ പഠിക്കാത്തവനാണ്, കാശുള്ളവൻ കാശില്ലാത്തവനാണ്, അങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അവർക്ക് അവരുടെ ദേഹത്തിനെക്കുറിച്ചുള്ള പ്രജ്ഞ ഇല്ലാത്ത കൊണ്ടാണ് അവർ മറന്നു പോകുന്നത്. ചിലപ്പം തുണി ഉടുക്കാതെ തന്നെ ഉടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് അറിയുന്നില്ല. അങ്ങനെയാണ് അവർ നടക്കുന്നത്. അത് മറ്റവർക്കൊക്കെ സാധാരണപ്പെട്ട ആൾക്കാർക്കും ഇവരെ മനസ്സിലാക്കിയ കൊണ്ട് കല്ലെടുത്തെറിയാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകത്തില്ല. എന്നുവെച്ചാൽ അവർക്കെല്ലാം അറിയാം. രമണ മഹർഷി തിരുവണ്ണാമലയിലെ ഈ ഗുഹയ്ക്കകത്തിരുന്നപ്പം കുറേ നാൾ അങ്ങനെ സമാധി സ്റ്റേറ്റിലിരുന്നു. അവിടെ ഈ അമ്പലത്തിലൊക്കെ കളിക്കാൻ വരുന്ന കൊച്ചു പിള്ളേരുണ്ടല്ലോ, ഇദ്ദേഹത്തിനെ ജസ്റ്റ് ഒന്ന് ചീണ്ടി നോക്കാൻ വേണ്ടിയേ കല്ലെടുത്തെറിഞ്ഞ് ദേഹം മുഴുക്ക പുണ്ണായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരു എന്നാണ് ആ പുണ്ണിനെയൊക്കെ മാറ്റി നീ ഇവിടെ ഇരിക്കണ്ട, നീ വേറെ സ്ഥലത്ത് വന്ന് കൊണ്ടുപോയത്. അങ്ങനെയൊക്കെ കഥകളെന്ന് വെച്ചാൽ സത്യത്തിൽ നടന്ന കാര്യങ്ങൾ. അപ്പം ഈ കൊച്ചു പിള്ളേർക്കൊക്കെ ആയിരിക്കും അങ്ങനെ തോന്നുന്നത്. പക്ഷേ പൊതുവെ ഗ്രാമത്തിൽ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ തുണി ഉടുക്കാതെ നടന്നാലും അവരെ ചീത്ത പറയത്തില്ല, തെറ്റിദ്ധരിക്കത്തില്ല. എന്നുവെച്ചാൽ ഇവരുടെ മനസ്സ് ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്നുള്ളത് സാധാരണപ്പെട്ട ആൾക്കാർക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അങ്ങനെയൊക്കെ നടക്കും. ഭയങ്കര ഒരു ജ്ഞാനിയാണ്. യോഗയിൽ ഭയങ്കര ഒരു വിദഗ്ധനാണ്. പണ്ഡിതനാണ്. അപ്പോൾ ഈ യോഗ ചെയ്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ദേഹം എന്ന് പറയുന്നത്, ഈ ഗ്രോസ് ബോഡി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടോ ഇരിക്കും. അങ്ങനത്തെ ബോഡിയൊക്കെ നമുക്ക് കണ്ടാലേ മനസ്സിലാകും ഇത് സാധാരണപ്പെട്ട ഒരു ദേഹമല്ല എന്ന്. ഈ യോഗ ചെയ്ത് തന്നെ ഈ സ്വർണത്തിനെ തീയിലിട്ട് സ്ഫുടം ചെയ്തെടുക്കുന്ന പോലത്തെ ദേഹമായിട്ട് മാറ്റി വെച്ചേക്കും വെച്ചാൽ മാറും. അവരുടെ ദേഹം തന്നെത്താനെ അങ്ങ് മാറും. ഇപ്പം ഈ സിബ്രു അണ്ണായ്ക്കും അങ്ങനെ ആയിരുന്നു. നല്ല ഒരു മഹാനായിട്ട് ആ തേജസ്സോടെയാണ് ഇദ്ദേഹത്തിനെ എപ്പോഴും കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ടൈം ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ മുക്താനന്ദ ഇദ്ദേഹത്തിനെ കണ്ടപ്പം, ഈ സിബ്രു അണ്ണായെ ഫസ്റ്റ് ടൈം കണ്ടപ്പം അദ്ദേഹം എന്തോ ചെയ്തു, ഒരു കോർണറിൽ ഒരു മൂലയിലിരുന്ന് വെളിക്കിറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു, അപ്പിയിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അദ്ദേഹത്തിനെ കണ്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമ്പം, ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പം നമ്മളിങ്ങനെ അടുത്ത് പോകും എന്നുള്ള ഒരു തയക്കത്തിൽ, ഒരു മടിയിൽ മാറി നിന്നു. ഈ സിബ്രു അണ്ണ എന്തോ ചെയ്തെന്നോ, ഇട്ട അപ്പിയെ തന്നെ എടുത്ത് ദേഹത്ത് മൊത്തം പൂശി വെച്ചാൽ അവിടെ ഇരിക്കുക. അപ്പം മുക്താനന്ദയ്ക്ക് അടുത്ത് പോകാതെ ഓടിക്കളയാമോ? അടുത്ത് പോയപ്പം മലത്തിൻ്റെ യാതൊരു നാറ്റവും ഇല്ല. അദ്ദേഹത്തിൻ്റെ ദേഹത്തുനിന്ന് മണമാണ് അടിക്കുന്നത്. അത് ഞാൻ തമിഴ്നാട്ടിലുള്ള സിദ്ധയോഗികളെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. അവർ കുളിക്കത്തൊന്നുമില്ല. അവർക്ക് ഈ 3 മണിക്ക് എണീച്ച് ധ്യാനം ചെയ്യുമെന്നല്ലാതെ അവർക്ക് ഈ ദിവസവും 2 നേരം കുളിക്കണമെന്നും ഡ്രസ്സുകൾ അപ്പം മാറ്റണമെന്നും അതൊന്നുമില്ല. എന്നുവെച്ചാൽ അവർക്ക് അതെല്ലാം കടന്ന ഒരു സ്റ്റേജാണ്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അവർ ദിവസമൊന്നും കുളിക്കത്തില്ല. പക്ഷേ അവർക്ക് കൈ കിട്ടുന്ന ഈ മണ്ണ്, ഈ ഭസ്മം, ഇതൊക്കെ എടുത്ത് പൂശിക്കോളും. അവർ ഇതൊന്നുമേ ചെയ്തില്ലെങ്കിൽ പോലും അവരുടെ ദേഹത്തുനിന്ന് നല്ല ഈ പിച്ചിപ്പൂവിൻ്റെ, മല്ലികപ്പൂവിൻ്റെ മണമാണ് വരുന്നത്.
അതുപോലെ ഇദ്ദേഹം ഈ ദേഹം മുഴുക്കെ തേച്ചിട്ട് ഇരിക്കുമ്പോഴും ദേഹത്തിൽ നിന്ന് വെളി വരുന്നത് നല്ല ഒരു സുഗന്ധമാണ്, നല്ല ഒരു മണമാണ്. അതേപോലെ ഇനിയൊരു പ്രാവശ്യം ഈ സിബ്രു അണ്ണയെ കണ്ടപ്പം അദ്ദേഹം ഇരുന്ന ഒരു സ്ഥലം എങ്ങനെയാണോ, ഉള്ള ചപ്പ് ചവറെല്ലാം കൂന കൂട്ടിയിട്ടിരിക്കുന്നു. ഒരു ഗ്രാമത്തിൻ്റെ വെളിയിലായിരിക്കും, ഉള്ള ചപ്പ് ചവറെല്ലാം കൂന കൂട്ടിയിട്ടിരിക്കുന്നു. അതിൻ്റെ പുറത്താണ് ഇദ്ദേഹം കയറിയിരിക്കുന്നത്. അങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹം അടുത്ത് പോയിട്ട് കുറച്ച് മാറി നിന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ആ അഴുക്ക് കൂനയുടെ പുറത്താണല്ലോ ഇരുന്നത്, അതിൽ നിന്ന് ഇറങ്ങി വരുന്നു. പക്ഷേ ഒരു അഴുക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒട്ടിയിട്ടില്ല. ദേഹം അങ്ങനെ തന്നെ ഫ്രഷായിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന ഉടനെ മുക്താനന്ദ ഇദ്ദേഹത്തിൻ്റെ കാലിനെ വെള്ളമൊഴിച്ച് കഴുകി, പാദപൂജ ചെയ്യുന്ന പോലെ വെള്ളമൊഴിച്ച് കഴുകി. അപ്പം അഷ്ടഗന്ധയുടെ ആ മണമാണ് അവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്ന് വരുന്നത്. അപ്പം ഈ മുക്താനന്ദയ്ക്കും ഈ സിബ്രു അണ്ണായെ ഭയങ്കര സ്നേഹമാണ്. സിബ്രു അണ്ണായ്ക്കും മുക്താനന്ദയെ ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇവരെല്ലാം ഒരേ തളത്തിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും പോലെ ഒരു നിമിഷം കണ്ടാൽ മതി, അവർക്കെല്ലാം മനസ്സിലാകും. അങ്ങനെ ഇവരെല്ലാം ഒരേ രീതിയിൽ പോകുന്നതുകൊണ്ട്, മുക്തിയെ തേടി പോകുന്ന ഒരു ആൾക്കാരായതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം കാലൊക്കെ കഴുകിയിട്ട് മുക്താനന്ദ ചോദിക്കുക, അണ്ണാ നിങ്ങൾ എന്തിനാ ഈ അഴുക്കിൻ്റെ മേളിൽ പോയിരുന്നേ? ഈ ചവറ് കൂന കൂട്ടി വെച്ചിരിക്കുന്നു, ആ ചവറാന്നറിയാം, ചവറിൻ്റെ മേത്തെ പോയി ഇരിക്കുന്നതിൻ്റെ ആവശ്യം എന്തുവാ? എന്തിനാ ഇവിടെയൊക്കെ കയറിയിരിക്കുന്നേ എന്ന് പറഞ്ഞപ്പം സിബ്രു അണ്ണ പറഞ്ഞെന്ന്, മോനെ നമ്മുടെ ദേഹത്തിനകത്ത് എത്ര അഴുക്കുണ്ടെന്ന് നിനക്കറിയാമോ? ദേഹത്തിനകത്തും മനസ്സിനകത്തും നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെ അഴുക്കുണ്ടെന്ന് നിനക്കറിയാമോ? അതിൻ്റെ കൂടെ നോക്കുമ്പം ഒന്നുമല്ല. അത്രയും അഴുക്കുകളാണ് നമ്മുടെ ദേഹത്തിനുള്ളിലും മനസ്സിലും നമ്മൾ താങ്ങി നടക്കുന്നത് എന്ന് പറഞ്ഞപ്പം മുക്താനന്ദയ്ക്ക് വേറെ ഉത്തരം മുട്ടി നിന്നു, മിണ്ടാതെ നിന്നു. അപ്പം സിബ്രു അണ്ണ എന്ന് പറയുന്നത് ഒരു വലിയ അവധൂതനാണ്. മഹാന്കളിലും ശ്രേഷ്ഠമായ ഒരു മഹാനാണ് എന്നാണ് മുക്താനന്ദ എഴുതിയിരിക്കുന്നത്. ഇപ്പം മുക്താനന്ദ ഈ സിബ്രു അണ്ണായെ കാണാൻ പോകുന്നു. ഇത് ചവറിൻ്റെ പുറത്തിരുന്നതും അപ്പി മലമെടുത്ത് പുരട്ടിയതുമൊക്കെ പണ്ട്, അതിനെക്കുറിച്ച് ഓർക്കുക. ഇപ്പം അതേ മഹാനെ കാണാൻ പോയി ഈ സുഖി എന്നുള്ള സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ കുടിലിനകത്ത് നടന്ന് ഈ മെഡിറ്റേഷനിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് എല്ലാം കേട്ടിട്ട് ഈ സിബ്രു അണ്ണ പറയുക, നീ എന്ത് ഭാഗ്യശാലിയാണ്. ഒരുപാട് പേർക്ക് ഇത്രയും അനുഭവങ്ങളൊന്നും കിട്ടാറില്ല. നിനക്ക് നിൻ്റെ ഗുരു നിന്നെ അത്ര നല്ല രീതിയിൽ ഇനിസിയേഷൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നീ ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴേ പേയ്, പിശാച്, ഭൂതം, പാമ്പ്, കിന്നരനും യക്ഷനും ഇങ്ങനെയൊക്കെ പല 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 കാര്യങ്ങൾ നമ്മുടെ മെഡിറ്റേഷനിൽ വരും. പക്ഷേ ഇതൊക്കെ ശിവൻ്റെ പടയാൾക്കാരാണ്, ആർമിയാണ്, ശിവൻ്റെ ആർമിയാണ്. അപ്പം ഇതുകൊണ്ടൊന്നും നീ പേടിക്കരുത്. ഇതൊക്കെ വളരെ റയറായിട്ടുള്ളവർക്കാണ് വരുന്നത്. റയർ എന്ന് വെച്ചാൽ ഒരു കോടി ആൾക്കാരിൽ ഒരാളിനായിരിക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ കിട്ടുന്നത്. അങ്ങനത്തെ ഒരു അനുഭവം നിനക്ക് കിട്ടിയിരിക്കുന്നു. അപ്പം നീ സന്തോഷപ്പെടണ്ടേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മുക്താനന്ദ പിന്നെയും പറയുക, ഈ മെഡിറ്റേഷനിൽ എനിക്ക് ഈ ലൈംഗിക വിചാരങ്ങൾ വന്നല്ലോ, അതെന്തുകൊണ്ട്? എൻ്റെ കോണകത്തിനെ കീറിക്കൊണ്ടാണല്ലോ എൻ്റെ ലിംഗം വെളി വന്നതും ഈ
ബൊക്കിളിനകത്ത് കയറി കുറേ നേരം അതിനകത്തോട്ട് ഇരുന്നതും ഒക്കെ അങ്ങനെയൊക്കെ എന്തുകൊണ്ട് വന്നു? ഞാനിങ്ങനൊന്നും ചിന്തയുള്ള ആളല്ലല്ലോ. അപ്പോൾ അതിനും ഉത്തരമുണ്ട് സിബ്രു അണ്ണായെടുത്ത്. അപ്പോൾ സിബ്രു അണ്ണ പറയുക, സ്വാമി, നിങ്ങൾക്കിത് നടന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ലിംഗം, ഇതൊന്നും എല്ലാവർക്കും ഒന്നും സംഭവിക്കത്തില്ല. അപ്പം നിങ്ങളുടെ ലിംഗം നിങ്ങളുടെ ബൊക്കിളിനകത്ത് കയറി കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സെമൻ, അതായത് സെമിനൽ ഫ്ലൂയിഡ്, അതായത് ഈ ശുക്ലം, നിങ്ങളുടെ ദേഹത്ത് ഉണ്ടായ ശുക്ലത്തിനെ ഈ ബൊക്കിളിൻ്റെ ഓട്ടേ കൂടെ അകത്ത് കയറ്റി. അതാണ് ഇവിടെ സംഭവിച്ചത്. അത് അകത്ത് കയറിയത് അത് നേരെ ഈ ഹാർട്ട് റീജനിലാണ് പോയി നിൽക്കുന്നത്. ആ ദ്രാവകം, അതായത് ശുക്ലം. അതിന് പിന്നെ അത് നമ്മുടെ ദേഹത്ത് ഒരു ചൂട് ഉഷ്ണം ഉണ്ടല്ലോ, അതായത് അതിന് പേരാണ്, ഒരു അഗ്നിയുണ്ട്, അതിൻ്റെ പേരാണ് ജഠരാഗ്നി. അപ്പം ഈ ജഠരാഗ്നിയിൽ അത് വെന്ത് തീയായി അത് നേരെ തലയിൽ കയറും. അതൊക്കെയാണ് തലയിൽ കയറി നമുക്ക് കൂടുതൽ ഓർമ്മശക്തിയും ബുദ്ധിയും അറിവും ഒക്കെ ഉണ്ടാകും. അതിനാണ് ഇങ്ങനെ നടന്നിരിക്കുന്നത് നിങ്ങൾക്ക്. അപ്പം ഇതൊക്കെ നിങ്ങൾ വിചാരിച്ച് മനപ്രയാസപ്പെടരുത്. ഇത് നടന്ന ഒരാളിനെ, ഓ സ്വാമി, സച്ച് എ മാൻ ഈസ് കോൾഡ് ഊർധ്വരേട്ട. നേരത്തെയും പറഞ്ഞല്ലോ, ഇങ്ങനെ നടക്കുന്ന ഒരു സ്വാമിയുടെ പേരാണ് ഊർധ്വരേട്ട. ഊർധ്വരേട്ട എന്ന് വെച്ചാൽ അതൊരു സ്റ്റേജ്. ആ സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് അവർ എളുപ്പം ഗുരുവാകും, ഗുരുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും. ഈ വജ്രോളി മുദ്രയൊക്കെ നടന്നില്ലയോ നിനക്ക് നേരത്തെ? അതെല്ലാം വന്ന് ഈ ശക്തിപാത്തിൽ നിന്നെ നയിച്ചു കൊണ്ടുപോകാനുള്ള വഴികളാണ്. ശക്തിപാത്തിലോട്ട് നീ കയറിക്കഴിഞ്ഞാൽ നീയാണ് ഗുരു. നിനക്ക് നീ ഒരുപാട് പേർക്ക് ഈ ഇനിഷ്യേഷൻ കൊടുക്കാൻ പറ്റും. ഈ സിദ്ധയോഗയിലൂടെ ഒരുപാട് പേരെ നിനക്ക് നയിച്ചു കൊണ്ടുപോകാൻ പറ്റും. അത്രയ്ക്ക് കപ്പാസിറ്റി നിനക്ക് വരും. അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടണ്ട, മനപ്രയാസപ്പെടണ്ട. അപ്പം അതുമാത്രമല്ല, ഞാൻ പറഞ്ഞില്ലയോ, all your agonies of lust were in fact the great Shakti Kundalini expelling your previous sexual appetites from you. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഏതോ ജന്മത്ത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഏതോ മുൻ ജന്മത്ത് ഈ സെക്ഷുവലായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ച് കാണും. അതൊക്കെ നടക്കാതെ പോയ കാര്യങ്ങളാണ്. അപ്പം അതൊക്കെയാണ് ഇപ്പം ശക്തി കുണ്ടലിനി മഹാദേവി നിൻ്റെ പഴയ ജന്മങ്ങളിലെ ആഗ്രഹങ്ങളൊക്കെയാണ് എടുത്ത് കളയുന്നത്. അങ്ങനെയും കൂടെ അങ്ങനെയാണ് ഇതൊക്കെ നിനക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പം എല്ലാം കൊണ്ടും ഇപ്പം നിൻ്റെ ദേഹത്ത് മനസ്സിൽ യാതൊരു ദുർചിന്തയും ഇല്ല. ഇനി കാമം, മോഹം, പെണ്ണ്, അങ്ങനത്തെ യാതൊരു ചിന്തയും ഇല്ലാതെ അതിനെയൊക്കെ പോക്കി, കുണ്ടലിനി ശക്തി പോക്കി. ഇനി നിൻ്റെ മനസ്സിൽ നിന്ന് വരുന്നത് ഒരേ ഒരു ഫീലിംഗ് ആണ്. അതെന്തുവാ? ഒരേ ഒരു വിഹാരമാണ്. എന്താ മനസ്സിൻ്റെ വിഹാരം? സ്നേഹം. സ്നേഹം മാത്രമേ ഉള്ളൂ നിനക്ക്. നിൻ്റെ മനസ്സ് നിറഞ്ഞ സ്നേഹം. ആ സ്നേഹം നീ എല്ലാവരിടത്തും കാണിക്കും. അപ്പം ഒരുപാട് പേർക്ക് ആ സ്നേഹം കൊണ്ട് അവർക്കും നല്ല സന്തോഷം കിട്ടും. ഓക്കെ, നീ ഒരു ഗുരുവാകാൻ പോവാണ്. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ ഇട്ട് പലതും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ ഇദ്ദേഹം പറയുക, അടുത്ത ചോദ്യം, ഈ വസ്ത്രമില്ലാത്ത ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ മെഡിറ്റേഷനിൽ വന്ന എന്തിനാ? അപ്പം പറയുക, തിരിച്ചും സിബ്രു അണ്ണ പറയുക, നിൻ്റെ മെഡിറ്റേഷൻ സ്ഥലത്ത് ആരെ കൊണ്ടും കയറാൻ പറ്റത്തില്ല. അത് നിനക്കായിട്ട് മാത്രമുള്ള ഒരു സ്ഥലമാണ്. നീ മെഡിറ്റേറ്റ് ചെയ്യുമ്പം വേറെ ഒരു ശക്തിയും അതിനകത്ത് കയറാൻ ഒക്കത്തില്ല. ദുർശക്തിയും നല്ല ശക്തിയും ഒന്നും കയറാൻ ഒക്കത്തില്ല. അത് നിൻ്റെ
ഇൻഡിവിജ്വൽ ഏരിയ ആണ്. പക്ഷേ അതിൽ ഒരു പെണ്ണിൻ്റെ രൂപം നീ കണ്ടിട്ടുണ്ടെങ്കിൽ നീ എന്ത് വിചാരിച്ചിരിക്കണം? ഫസ്റ്റ് നിൻ്റെ മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. നീ പെണ്ണുങ്ങളെക്കുറിച്ച് കുറച്ച് തെറ്റിദ്ധാരണകൾ വെച്ചിട്ടുണ്ട്. അതാണ് ആ പെണ്ണിൻ്റെ രൂപത്തിനെ നീ തുണിയില്ലാതെ കണ്ടത്. മറിച്ച് നീ ഇത് ഒരു പെണ്ണിനെ കാണുമ്പോഴേ ഇത് എൻ്റെ കുണ്ടലിനി ശക്തിയാണ്, അല്ലെങ്കിൽ ഇത് മഹാദേവിയാണ് എന്ന് നീ വിചാരിച്ചിരുന്നെങ്കിൽ ആ ദേവി ആ രീതിയിൽ തന്നെ നിനക്ക് കാഴ്ച തന്നിരുന്നേനെ. നിൻ്റെ മനസ്സ് ശരിയില്ലാത്ത കൊണ്ടാണ് നിനക്ക് വസ്ത്രമില്ലാത്ത ഒരു പെണ്ണായിട്ട് അതിനെ തോന്നിയത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹത്തിന് ഒരു സന്തോഷമുണ്ടായി. ഇന്ന് തൊട്ട് നീ മനസ്സിലാക്കിക്കോ, നിൻ്റെ മെഡിറ്റേഷനിൽ നല്ലത് കണ്ടാലും ശരി ചീത്ത കണ്ടാലും ശരി, അത് എല്ലാം ഈ ചിത്തിയുടെ ഫോമാണ്. ചിത്തി എന്ന് പറഞ്ഞാൽ ചിത് ശക്തി, കുണ്ടലിനിയുടെ രൂപങ്ങളാണ് എന്ന് നീ ഓർത്തോണം. നീ അങ്ങനെ വിചാരിച്ചാൽ നിനക്ക് നല്ലതേ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെ നീ വിചാരിച്ചാൽ, സുപ്രീം ഗോഡസ് എന്ന് വിചാരിച്ചാൽ അവരുടെ ഡിവൈൻ ഫോം, ആ ദൈവീക രൂപമായിരിക്കും നിനക്ക് മെഡിറ്റേഷനിൽ വരുന്നത്. അപ്പം നീ അതുമാത്രമല്ല, നീ തന്നെ ഇപ്പം കണ്ടു കാണുമല്ലോ, എത്ര ചെറിയ 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 വിവരിക്കാൻ വയ്യാത്ത അളവിന് ചെറിയ ചുമന്ന സ്റ്റാർ പോലെ പാർട്ടിക്കിൾസ് നിൻ്റെ ദേഹത്തിനകത്ത് എങ്ങനെ അതിവേഗമായിട്ട് ഓടുന്നതെല്ലാം നീ കണ്ടു കാണുമല്ലോ. അപ്പം എന്തോ അർത്ഥം? സിബ്രു അണ്ണാവിനും ഇതൊക്കെ നടന്നിട്ടുണ്ട്. ആ റെഡ് ഓറായും ആ കണക്കിലടങ്ങാതെ മില്യൺസ് ഓഫ് റെഡ് പാർട്ടിക്കിൾസ് അതും അതിവേഗത്തിൽ ദേഹത്ത് കടന്ന് ചുറ്റുന്നതും ഒക്കെ നീ കണ്ടു കാണുമല്ലോ. അതുമാത്രമല്ല, ഇതൊക്കെ ഒരു നല്ല സിംറ്റമാണ്, നല്ല അറികുറിയാണ്. എന്തുവാ? നീ വന്ന് ഇനിയും പല ലോകങ്ങളിൽ സഞ്ചരിക്കും, അപ്പം നീ ഇനി നിൻ്റെ മനസ്സ് മായയിൽ കിടന്ന് പ്രയാസപ്പെടുവാണെങ്കിൽ നിനക്ക് കാണുന്നതൊക്കെ, നിൻ്റെ മെഡിറ്റേഷനിൽ ആദ്യം വരുന്നതൊക്കെ കുണ്ടലിനി ശക്തിയാണ്. പക്ഷേ അതിനെ നിനക്ക് നെഗറ്റീവായിട്ടേ കാണത്തുള്ളൂ. ഈ മായയൊക്കെ എന്ന് നീ വിട്ടൊഴിച്ച് മാറുന്നോ, അപ്പം നിനക്ക് ആ ദേവിയുടെ ആ പരമാനന്ദത്തിൽ ഉള്ള ആ ദേവിയുടെ രൂപം നിനക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. ഇതുണ്ട്, ഓൾവേസ് റിമെമ്പർ ദ റിയൽ ഫോം ആൻഡ് നേച്ചർ ഓഫ് കുണ്ടലിനി. ആ കുണ്ടലിനി ശക്തിയുടെ ഒറിജിനൽ ഫോം എന്തുവാ? അത് സാക്ഷാത് മഹാദേവിയാണ്, ലളിതാ ത്രിപുര സുന്ദരിയാണ്. അത് നീ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഇനിയും കേട്ടോ, സിബ്രു അണ്ണ പറയുക, ഇനിയും കേട്ടോ, നീ ഏത് കണ്ടാലും അതായത് ഓർത്തിരിക്കണം, നീ നല്ലത് കണ്ടാലും ശരി ചീത്ത കണ്ടാലും ശരി, നിനക്ക് ഇഷ്ടപ്പെട്ടത്, മനസ്സിന് ഇഷ്ടപ്പെട്ടത് കണ്ടാലും ഇഷ്ടപ്പെടാത്തത് കണ്ടാലും, സൗന്ദര്യം കണ്ടാലും സൗന്ദര്യം ഇല്ലാത്ത കണ്ടാലും, നല്ലതോ ചീത്തയോ നിനക്ക് വേണ്ടിയതോ വേണ്ടാത്തതോ എന്തൊക്കെ നീ കണ്ടാലും ഇതെല്ലാം ആ ശക്തിയുടെ ഓരോ ലീലകളാണ് എന്ന് മാത്രം നീ ഓർത്തോണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ഇത് കേട്ടപ്പോഴത്തേക്ക് സാഷ്ടാംഗമായിട്ട് സിബ്രു അണ്ണയുടെ കാലിൽ വീണു. എത്ര ജ്ഞാനമുണ്ടെങ്കിൽ ഇതെല്ലാം എനിക്ക് പറഞ്ഞു തരാൻ പറ്റും എന്ന് പറഞ്ഞ് കാലിലങ്ങ് വീണു, കരഞ്ഞു, കെട്ടിപ്പിടിച്ചു. അപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഹി സാറ്റ് മീ ഡൗൺ ഓൺ ഹിസ് ലാപ്പ്, മടിയിൽ കിടത്തി ലിക്ഡ് മൈ ഹെഡ്, മടിയിൽ കിടത്തി തലയെ നക്കിക്കൊടുത്ത് ആൻഡ് പാസ്റ്റ് ഹിസ് ഹാൻഡ് ഓവർ ഇറ്റ്, അതിൻ്റെ തലയുടെ മീതെ ഇങ്ങനെ കൈ കാണിച്ചു, അതായത് അനുഗ്രഹിക്കുന്ന പോലെ. അപ്പം പറഞ്ഞെന്ന്, നിൻ്റെ പ്രതാപം, നിൻ്റെ നല്ല കാര്യങ്ങൾ മോക്ഷത്തിൽ വരെ പോയി എത്തും, നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ
മോക്ഷത്തിൽ മേളിൽ ലോകത്ത് നമ്മളെ വഴി നടത്തുന്ന സ്പിരിറ്റ് ഗൈഡ്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവർക്ക് നിന്നെ പറ്റി അറിയാം. നിൻ്റെ പുകഴും പ്രതാപവും അവിടം വരെ എത്തും. നീ വലിയ ഒരു ഗുരുവാകും എന്ന് അനുഗ്രഹിച്ചു. അപ്പോഴത്തേക്ക് ഈ മുക്താനന്ദയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദനയൊക്കെ വരും. ആ തലവേദനയെല്ലാം അതിന് പിന്നെ വന്നിട്ടേയില്ല. ഇദ്ദേഹം മടി കിടത്തി തലയൊക്കെ തലോടി കൊടുത്ത് നക്കി കൊടുത്ത് അതിന് കൈയൊക്കെ ഇട്ട് തടവി കൊടുത്തപ്പോഴത്തേക്ക് ആ തലയിലുള്ള അഴുക്കുകളെല്ലാം അങ്ങ് പോയി. അപ്പം ഇനി തലവേദനയ്ക്ക് ഒരു ചാൻസ് ഇല്ല. അത്രയ്ക്ക് അതിന് പിന്നെ മുക്താനന്ദയ്ക്ക് തലവേദന വന്നിട്ടേ ഇല്ല. അങ്ങനെയായിരുന്നു. അപ്പം പറയുക, സിബ്രു അണ്ണ സോൾവ്ഡ് ഓൾ മൈ പ്രോബ്ലംസ്. അപ്പം എൻ്റെ കുറച്ച് എങ്ങാണ്ട് അവിടെ ഇവിടെയായിട്ട് ഇരുന്ന ഡൗട്ട്സ് എല്ലാം സിബ്രു അണ്ണ ക്ലിയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് നേരത്തെ ഒരുപാട് മതിപ്പുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഈ സിബ്രു അണ്ണാവാണ് സ്വാമി മുക്താനന്ദയെ ഭഗവാൻ നിത്യാനന്ദയുടെ അടുത്ത് പറഞ്ഞു വിട്ടത്. ഓക്കെ, അപ്പം ഭഗവാൻ നിത്യാനന്ദയുടെ അടുത്ത് നീ പോ, എല്ലാം നിനക്ക് നല്ലത് നടക്കും അവിടെ. അദ്ദേഹം നിൻ്റെ എല്ലാ കാര്യവും നോക്കിക്കോളും, നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും, അങ്ങനെ നിനക്ക് നല്ല ഒരു ഫ്യൂച്ചറുണ്ട് എന്ന് പറഞ്ഞു വിട്ടത് തന്നെ ഈ സിബ്രു അണ്ണാവാണ്. അപ്പോൾ അതാണ് പറയുന്നത്. അതായത് നമുക്ക് നല്ലത് നടക്കണമെന്ന് വിധി ഉണ്ടെങ്കിൽ, നമ്മൾ കൊടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ല പുണ്യകാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതേ വരൂ. അപ്പം എവിടുന്നൊക്കെയോ പല രീതിയിലും നമുക്ക് അറിഞ്ഞവരും അറിയാത്തവരുമൊക്കെ നമ്മളെ വന്ന് സഹായിക്കും. ഇന്നാര് തന്നെ വരണമെന്നില്ല. അപ്പം ഇദ്ദേഹം ഒരുപാട് മഹാന്കളെ കണ്ടിട്ടുണ്ട്. നേരത്തെ ഹിമാലയസിൽ സാധുക്കളോടെല്ലാം പോയി ഇരുന്നിട്ടുണ്ട്. അപ്പം അവരൊക്കെയാണ് പറഞ്ഞത്, നീ ഗുരുവിനെ ധ്യാനിക്കണം. ഇദ്ദേഹം വായിച്ച ബുക്കിലെല്ലാം അങ്ങനെയാണ്. അപ്പം അതൊരു പാഠം. അല്ലാതെ ഓരോ മഹാന്കളെ കാണുമ്പോഴും അവരുടെ അടുത്തൊന്ന് സംസാരിക്കുമ്പം പല പാഠങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം ഈ സിബ്രു അണ്ണാണ് മുക്താനന്ദയെ, നീ ഈ ഭഗവാൻ നിത്യാനന്ദയെ പോയി കാണ്, അദ്ദേഹം നിനക്ക് എല്ലാം ചെയ്തു തരും. അതുപോലെ ഭഗവാൻ നിത്യാനന്ദയെ ഇദ്ദേഹം ഗുരുവായിട്ട് കണ്ടു, ഗുരു എല്ലാം ചെയ്തു കൊടുത്തു, ഇനിഷ്യേഷൻ ചെയ്തു കൊടുത്തു. അതുമാത്രമല്ല, നീ ഇനി എൻ്റെ അടുത്ത് വരണ്ട, നീ പൊയ്ക്കോ ഒന്ന് പറഞ്ഞു വിട്ടു. അദ്ദേഹം ഇനിഷ്യേഷൻ കൊടുത്തത് കൊണ്ടാണ് ഈ കുണ്ടലിനി ശക്തി ആക്ടിവേറ്റ് ആയത്, ഇല്ലയോ? ഒരു ഗുരുവിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഇല്ലാതെ, ആ അമ്മ വിചാരിക്കാതെ, ആ കുണ്ടലിനി ശക്തി വിചാരിക്കാതെ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒന്നും നടന്നു കാണത്തില്ല. അപ്പോൾ അതിനാണ് രണ്ട് വേണം നമുക്ക്. ഒന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം, ഇനിയൊന്ന് നമ്മുടെ ഗുരുവിൻ്റെ അനുഗ്രഹം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആത്മീയതയിലോട് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇപ്പം നമ്മൾ ഇതൊക്കെ കേൾക്കുന്നു, അതുപോലും നമുക്കൊരു പഠിപ്പിനെയാണ്, ഒരു പാഠമാണ്. ഇതിൽ കൂടെ നമുക്ക് എത്രയോ മനസ്സിലാക്കാൻ പറ്റുന്നു, ഇല്ലയോ? അങ്ങനെ നമുക്കും നമ്മൾ അതാണ് ഇംഗ്ലീഷിൽ പറയും, വെൻ ദ സ്റ്റുഡൻറ്റ് ഈസ് റെഡി ദ ഗുരു അപ്പിയേഴ്സ് എന്ന് പറയും. ഒരു സ്റ്റുഡൻറ്റ്, ഒരു ശിഷ്യൻ തയ്യാറാകുമ്പം ആ ശിഷ്യനെ തേടി ഗുരു വരും. അതുകൊണ്ട് നമ്മളുടെ ലെവലിൽ നമ്മളെ തയ്യാറാക്കുക. ഇങ്ങനെ നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല വീഡിയോകൾ കാണുക, നല്ല രീതിയിൽ ധ്യാനം ചെയ്യുക, നമ്മുടെ മനസ്സിനെ നന്നാക്കുക. ഇടയിൽ ഞാൻ ഇട്ട കുറേ വീഡിയോസ് ഉണ്ട്, ഈ അറ്റാച്ച്മെൻറ്റ്, ഡിറ്റാച്ച്മെൻറ്റ്, 3 ടിപ്സ്, അങ്ങനെ ഒരുപാട് എൻ്റെ മനസ്സിൽ തോന്നിയതെല്ലാമാണ് ഒന്നൊന്നായിട്ട് ഞാൻ ഇട്ടത്. അപ്പം അതൊക്കെ തിരിച്ച് നോക്കുക. പിന്നെ കർമ്മ, മനസ്സ്, ധ്യാനം, ഇതെല്ലാം നോക്കി ഈ കൈലാഷ് ചാനലിൽ കൂടെ യാത്ര ചെയ്താലേ മതി, നമുക്ക് ഡെഫിനറ്റായിട്ട് മുക്തി കിട്ടും എന്നുള്ളതാണ് എൻ്റെയും ഉറച്ച വിശ്വാസം.
എന്താ വെച്ചാൽ അതിനകത്തുള്ള ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ വെറുതെ ബുക്കിൽ നിന്ന് വായിച്ചതും എൻ്റെ ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് കേട്ടതും മാത്രമല്ല, എൻ്റെ ലൈഫിലും ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞതാ, ഈ ആർഗ്യുമെൻ്റ് ചെയ്യുന്നത് നിർത്തണം. എന്താ വെച്ചാൽ ഞാൻ പല സ്ഥലത്തും ആർഗ്യൂ ചെയ്ത് തോറ്റുപോയി എന്ന് വെച്ചാൽ അവരെ ഞാൻ അവരുടെ മനസ്സ് മാറ്റിയെടുക്കണമെന്ന് ഒരുപാട് ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടിയത് വെറും വട്ടപൂജ്യമാണ്. ഒരു മാറ്റവും എനിക്ക് മറ്റവരുടെ അടുത്ത് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് ചില അങ്ങനെയാണ്. പിന്നെ അങ്ങനെ ആൾക്കാരെയൊക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നതും നമ്മൾ അവരുടെ കൂടെയൊക്കെ ജീവിക്കുന്നതുമൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത പാതയാണ്. അതിൽ അവരാണ് നമ്മളെ പാഠം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. അപ്പം അവരുടെ പുറത്ത് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അവർക്ക് 2 കൈയും കൂട്ടി തൊഴുത് നമസ്കരിക്കണം. എന്നുവെച്ചാൽ അങ്ങനെ ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നത്. അപ്പം ഈ ഡോൺ ആർഗ്യൂ, ഈ ഗോസിപ്പ്, പക്ഷേ ദൈവാധീനം ഗോസിപ്പ് എന്നുള്ള കാര്യം എനിക്ക് കൊച്ചിലേ തൊട്ടേ എനിക്കിഷ്ടമല്ല. അങ്ങനെ കൊച്ചിലേ തൊട്ടേ ഗോസിപ്പ് ഇഷ്ടമല്ല. ഒന്നിനെക്കുറിച്ചും എനിക്ക് പേടിയില്ല. ഏതായിരുന്നാലും നേരിടാം എന്നുള്ള ഒരു ധൈര്യമുണ്ട്. അപ്പം ഞാൻ അത് എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞത്, ആ പേടി എന്നുള്ളത് മാറാൻ അതൊരു എൻലൈറ്റൻമെൻറ്റാണ്. അപ്പം ഈ പേടിയെ സംബന്ധിച്ചവരെ യു ആർ ഓൾറെഡി എൻലൈറ്റൻഡ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നിനും ഒരു പേടിയില്ലാത്തത്. ഈ സത്യത്തിൽ എനിക്ക് യാതൊരു കാര്യത്തിലും ഒരു പേടിയില്ല, ഒരാശങ്കയില്ല. വരുന്നിടത്ത് വെച്ച് കാണും എന്നുള്ള ഒരു ധൈര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ച് വരിക. അങ്ങനെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കും ഈ ജന്മത്ത് തന്നെ ഇനിയൊരു ജന്മം വേണ്ട. ഇനിയൊരു ജന്മം എടുത്ത് 1, 2, 3, 10, 20 എന്ന് ABCDയും തമിഴും മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഇതൊന്നും പഠിക്കണ്ട. കുറേ പെട്ടു ഈ ജന്മത്ത്. അത് മതി. നേരെ അങ്ങ് കൈലാസത്ത് പോയാൽ മതി. അത് നമ്മളെ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പൂജ ചെയ്യുമ്പം നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്മ വരട്ടെ, നല്ലത് വരട്ടെ.